ചരിത്രപാഠം എപ്പിസോഡ് 12. കോൺസ്റ്റന്റൈൻ്റെ കീഴിൽ ക്രിസ്തുമതം വളരുന്നു. കോൺസ്റ്റന്റൈൻ്റെ ഭരണത്തിന് കീഴിൽ സഭകൾ അഭിവൃദ്ധിപ്പെടുകയും അനുദിനം എണ്ണത്തിൽ കൂടുകയും ചെയ്തു. ഉദാരമതിയും സുമനസ്സുള്ളവനുമായ ചക്രവർത്തി അവയെ പരിപോഷിപ്പിച്ചു. നേരത്തെ അവ നേരിട്ടിരുന്ന മതപീഡനങ്ങളിൽ നിന്നും ശല്യപ്പെടുത്തലുകളിൽ നിന്നും ദൈവം അവയെ സംരക്ഷിച്ചു. സഭകൾ ലോകത്തിൻ്റെ മറ്റിടങ്ങളിൽ പീഡനവിധേയമായപ്പോൾ കോൺസ്റ്റന്റൈൻ്റെ പിതാവായ കോൺസ്റ്റാൻസിയൂസ് മാത്രം ഭയരഹിതമായി ദൈവത്തെ ആരാധിക്കാൻ ക്രിസ്ത്യാനികളെ അനുവദിച്ചിരുന്നു. കോൺസ്റ്റാൻസിയൂസിൻ്റെ ഭരണകാലത്ത് തൻ്റെ സൈനികരുടെ വിശ്വാസം പരീക്ഷിക്കാനായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം സൊസോമൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. തൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠരും നല്ലവരുമായ ചില ക്രിസ്ത്യാനികളുടെ വിശ്വസ്തത പരിശോധനാ വിഷയമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അവരെയെല്ലാം വിളിച്ചുകൂട്ടി ബിംബാരാധനയും ദൈവാരാധനയും ഒന്നിച്ച് ചെയ്താൽ അവർ തൻ്റെ സേവനത്തിൽ തുടരുമെന്നും സ്ഥാനഭ്രംശം സംഭവിക്കില്ലെന്നും പറഞ്ഞു. എന്നാൽ തൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാതിരുന്നാൽ കൊട്ടാരത്തിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പ്രതികാര നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും പറഞ്ഞു. അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഒരു കൂട്ടർ തങ്ങളുടെ മതം ഉപേക്ഷിക്കാനും മറ്റേ കൂട്ടർ ഇപ്പോഴത്തെ ജോലിയേക്കാൾ ദൈവാരാധന ശ്രേഷ്ഠമായി കരുതാനും തീരുമാനിച്ചു. തങ്ങളുടെ മതത്തോട് ചേർന്ന് നിന്നവരെ ചക്രവർത്തി തൻ്റെ സ്നേഹിതരും ഉപദേശകരുമാക്കി. മറ്റവരെ പൗരുഷരഹിതരും ചാഞ്ചാട്ടം ഉള്ളവരുമായി കരുതി തൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കി. തങ്ങളുടെ ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവർ രാജാവിനോട് ഒരിക്കലും വിശ്വസ്തരായിരിക്കുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കോൺസ്റ്റാൻസിയൂസ് ജീവിച്ചിരുന്നപ്പോൾ ഇറ്റലിക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ, അതായത് ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നതിന് തടസ്സമില്ലായിരുന്നു. കോൺസ്റ്റാൻസിയൂസിനെ തുടർന്ന് മകൻ കോൺസ്റ്റന്റൈൻ അധികാരി ആയപ്പോൾ സഭാകാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി. 312 കോൺസ്റ്റന്റൈൻ മാക്സിൻസിയൂസ് യുദ്ധത്തിൽ മാക്സിൻസിയൂസ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഇറ്റലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ക്രിസ്തുമതം ആശ്ലേഷിക്കുകയും ചെയ്തു. സിബാലിസ് യുദ്ധാനന്തരം ദാർദീന്യരും മാസിഡോണിയക്കാരും ഹെല്ലാസുകാരും ഇല്ലീറിയ മുഴുവനും കോൺസ്റ്റന്റൈൻ്റെ കീഴിലായി. നേരത്തെ ക്രിസ്ത്യാനികളെ ബഹുമാനിച്ചിരുന്ന ലിച്ചിനിയൂസ് ഈ യുദ്ധത്തിന് ശേഷം മനസ്സ് മാറ്റി തൻ്റെ ഭരണസീമയിലുള്ള നിരവധി വൈദികരെയും അനേകം ആളുകളെയും പ്രത്യേകിച്ച് പട്ടാളക്കാരെയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. കോൺസ്റ്റന്റൈനോടുള്ള അഭിപ്രായ വ്യത്യാസ നിമിത്തം അയാൾ ക്രിസ്ത്യാനികൾക്കെതിരെ രോഷാകുലനായി. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കോൺസ്റ്റന്റൈനെ വേദനിപ്പിക്കും എന്ന് അയാൾ കരുതി. കോൺസ്റ്റന്റൈൻ പരമാധികാരി ആകണമെന്ന് ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് അയാൾ സംശയിച്ചു. കൂടാതെ കോൺസ്റ്റന്റൈനുമായുള്ള മറ്റൊരു യുദ്ധത്തിൻ്റെ തലേന്നാൾ യുദ്ധത്തിന് ഒരുക്കമായി അയാൾ ഗ്രീക്കുകാരുടെ ബലികൾ അർപ്പിക്കുകയും അരുളപ്പാടുകൾ തേടുകയും ചെയ്തു. അധികാര വാഗ്ദാനങ്ങളിൽ വഞ്ചിതനായി അയാൾ ഗ്രീക്ക് മതങ്ങളിലേക്ക് തിരികെ പോയി. തൻ്റെ ഭരണസീമയിലുള്ള സഭകളെയെല്ലാം ലിച്ചിനിയൂസ് പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബിഥീനിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അത് അയാളും കോൺസ്റ്റന്റൈനും തമ്മിലുള്ള യുദ്ധമായി പരിണമിച്ചു. ദൈവിക സഹായം കോൺസ്റ്റന്റൈനെ ബലപ്പെടുത്തി. കടലിലും കരയിലും അദ്ദേഹം വിജയശ്രീലാളിതനായി. തൻ്റെ നാവികപ്പടയും സൈന്യവും തകർന്നപ്പോൾ ലിച്ചിനിയോസ് നിക്കോമേദിയയിലേക്ക് പിൻവാങ്ങി. ഒരു സാധാരണക്കാരനെ പോലെ കുറേ നാൾ തെസലോണിക്കയിൽ താമസിച്ചു. അവസാനം അവിടെ വച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. തൻ്റെ ഭരണകാലത്ത് യുദ്ധത്തിലും സമാധാനത്തിലും ഉയർന്നു നിൽക്കുകയും കോൺസ്റ്റന്റൈൻ്റെ സഹോദരിയുടെ ഭർത്താവായി തീരുകയും ചെയ്ത അയാളുടെ അന്ത്യം ഇപ്രകാരമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ പരമാധികാരം തന്നിൽ നിക്ഷിപ്തമായ ഉടനെ 311 ക്രിസ്തുമതത്തെ ബഹുമാനിക്കാനും സത്യദൈവത്തെ ശ്രദ്ധാപൂർവം ആരാധിക്കാനും അവനെ മാത്രം പരമസത്യമായി അംഗീകരിക്കാനും കൽപ്പിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ഒരു ഡിക്രി പുറപ്പെടുവിച്ചു. ആ ദിവ്യ സത്ത മാത്രം സത്യമായും ആരാധ്യമാണ്. അതുമാത്രം എന്നേക്കും നിലനിൽക്കുന്നു. സത്യത്തെ ആവേശപൂർവ്വം ആശ്ലേഷിക്കുന്നവർക്ക് സമൃദ്ധമായി നന്മകൾ നൽകുന്നതിൽ അവൻ സന്തോഷിക്കുന്നു.
അവരുടെ പ്രവർത്തനങ്ങളെ അവൻ ഫലമണിയിക്കുന്നു. എന്നാൽ നിയമലംഘകരുടെ മേൽ യുദ്ധകാലത്തും സമാധാനകാലത്തും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അനർത്ഥങ്ങൾ നിപതിക്കുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഭരിക്കാൻ യോഗ്യനായ ഉത്തമദാസനായി തന്നെ ദൈവം കണ്ടതിനാൽ ബ്രിട്ടീഷ് കടലിൽ നിന്ന് പൗരസ്ത്യ പ്രൊവിൻസുകളിലേക്ക് തന്നെ ആനയിച്ചു. ക്രിസ്തുമതം വർത്തമാനമാകുന്നതിനും സത്യദൈവാരാധന നിമിത്തം പീഡനങ്ങൾക്കും രക്തസാക്ഷിത്വത്തിനും വിധേയരായെങ്കിലും ഉറച്ചു നിന്നവർ പരസ്യമായി ബഹുമാനിക്കപ്പെടുന്നതിനും വേണ്ടിയായിരുന്നിത്. കുരിശിൻ്റെ ദർശനമാണ് കുരിശ് അടയാളമാക്കിയുള്ള ക്രൈസ്തവരെ ബഹുമാനിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും കോൺസ്റ്റന്റൈനെ പ്രേരിപ്പിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.